पति ब्रह्मचारी എന്റെ കയ്യിൽ ഈ കാലി കവർ തന്നുകൊണ്ട് സത്യത്തിൽ നീ എന്ത് തെളിയിക്കാനാ ഉദ്ദേശിക്കുന്നേ? അഥവാ നീ കാശ് സമ്പാദിച്ചു കൊണ്ടുവന്നെങ്കിൽ ഈ കവറിനകത്ത് എവിടെ? ഇന്നലെ രാത്രി ഇതിൽ തന്നെ ഞാൻ കാശ് വെച്ചത്. എന്റെ കൈകൊണ്ട് തന്നെ വെച്ചേ. ഏടത്തി മോള് കാശ് സമ്പാദിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും സത്യം തന്നെ ആയിരിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അനിയ. നിങ്ങൾക്ക് അവളോടുള്ള വിശ്വാസത്തെ അവള് മുതലെടുക്കുക. അഥവാ അവള് കാശ് സമ്പാദിച്ചെങ്കിൽ ഇവളുടെ കയ്യിൽ ഏതെങ്കിലും റെസിപ്റ്റ് ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും തെളിവുണ്ടാവുമല്ലോ. എവിടെ പോയാ കാശ് സമ്പാദിച്ചത്? എന്തായിരുന്നു ജോലി? ആരാ കാശ് തന്നത്? ഇവളോട് ചോദിക്കത്. ചോദിക്കേ. അങ്ങനെ റെസിപ്റ്റ് ഒന്നും എന്റെ കയ്യിലില്ല അമ്മേ. പക്ഷെ ഞാൻ പറയുന്ന സത്യം. ദേ കണ്ടില്ലേ അനിയ, അവളുടെ കയ്യിൽ യാതൊരു തെളിവും ഇല്ലാന്ന്. സൂരജ്, ഇയാളെങ്കിൽ എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാൻ പറയുന്ന സത്യമോ? ഞാൻ ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കിയതാ. ഞാൻ ആ കവറിനകത്ത് വെച്ചതും ആ കാശ് എങ്ങോട്ടാ പോയെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. മതി, നിർത്തിക്കോ നിന്റെ തമാശ. കൊറേ നേരമായി സമ്പാദിച്ചു എന്ന് പറഞ്ഞ് നീ എന്താ തെളിയിക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് പറയും. നീ പറഞ്ഞു വരുന്നത് എന്താ? നീ കാശ് കൊണ്ടുവന്നിരുന്നോ? എന്നിട്ട് ഇവിടെ ആരെങ്കിലും കാശ് മോഷ്ടിച്ചു എന്നാണോ? അയ്യോ ഏട്ടത്തി, നിന്റെ കണ്ണിൽ ഞങ്ങൾ എല്ലാരും കള്ളന്മാരാണോ? അയ്യോ അല്ലമ്മേ, ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. മതി, വീണ്ടും വീണ്ടും കാരണം ഉണ്ടാക്കി കഷ്ടപ്പെടണ്ട. ഇനിയെങ്കിലും നിന്റെ തോൽവി സമ്മതിക്കേ. എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയ കാശെടുക്കാൻ വളരെ എളുപ്പോ, പക്ഷെ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാ. നീ പറഞ്ഞ വാക്ക് തെറ്റിച്ചിരിക്കുന്നു. വാ, എന്താ ഏട്ടത്തി ഇത് നീ പറയുന്നത്? ഒന്ന് മാറി നിന്നേ. വലിയ മേശ എടുത്ത് പറയുന്ന ഒന്ന് മുഴുവനായിട്ട് കേക്ക്. എന്താ നീ അതിനിടയ്ക്ക് കേറണ്ട. അമ്മയുടെ ദേഷ്യം ഇപ്പൊ മാനം മുട്ടി നിൽക്കുക. ഇനി ആര് പറഞ്ഞാലും പിടിച്ചാലും നിക്കില്ല. നീ ഒന്നും മിണ്ടാ നിൽക്കും. എന്റെ ദൈവമേ, അമ്മ അവളെ ഈ വീട്ടിൽ നിന്നും ശരിക്കും പറഞ്ഞയക്കാനുള്ള മൂഡിലാണല്ലോ. എനിക്ക് സ്വന്തം മുട്ട തരുന്ന ഈ കോഴി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാ ഞാൻ പിന്നെ എന്താ ചെയ്യാ? അമ്മേ 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 ഏട്ടത്തി, അമ്മേ 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 അമ്മേ, ഒരുപക്ഷെ സംഭവിച്ചിരിക്കുന്നത് എന്തായിരിക്കും സംഭവിച്ചത്? എടി കെട്ടിലമ്മേ, നീ വലിയ ശീലാവതി ചമയാണോ? നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ പെട്ടിയും കിടക്കയൊക്കെ കയ്യിലെടുത്ത് ഇവളുടെ അവിടെ ചെല്ല്. അമ്മേ, ഞാൻ ഉദ്ദേശിച്ച അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറയുന്നൊക്കെ സത്യം. ഒന്ന് മിണ്ടി കേൾക്കാം. പോകരുത്. പേരും കള്ളിയാ നീ. അവള് കള്ളിയൊന്നുമല്ല. ഈശ പറയുന്ന സത്യമാണ്. ഇയാൾ അധ്വാനിച്ച കാശുണ്ടാക്കി അത് കവറിൽ വയ്ക്കുകയും ചെയ്തു. ഷോക്കേസിലിരുന്ന കവർ മാറിയാണ് എടുത്തുകൊണ്ട് വന്നത്. ഇതാണ് ഇഷ നീ അധ്വാനിച്ച് കൊണ്ടുവന്ന കാശ്.
അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 2 ദിവസം കൊണ്ട് 11,580 രൂപ സമ്പാദിച്ചു കൊണ്ടുവന്നോ? എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്റെ മരുമകൾ നുണ പറയില്ല. ഇവള് കള്ളിയാണോ നല്ലവളാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ആരോ ഒരാളുണ്ട് ഇവൾക്ക് വേണ്ടി നുണ പറയാൻ. ആരോ ഒരാൾ. എന്റെ വല്യമ്മേ, അധ്വാനിച്ചുണ്ടാക്കിയ കാശിന് വില കൊടുക്കണമെന്ന് എന്റെ വല്യമ്മ തന്നെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം മറന്നുപോയോ? ഈ കാശിലെ ഈശായുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയതാണ്. അതിന്റെ തെളിവ് ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് ഈശയെ പൈസ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ പറയുന്ന സത്യമാണ് വല്യമ്മേ. അമ്മേ, ഈ കാശമ്മ വാങ്ങണം. എന്റെ അമ്മ കുട്ടിക്കാലത്ത് എന്നെ വിട്ടു പോയെ. അതുകൊണ്ട് ഒരുപാട് കുറവുകളോടെ ഞാൻ വളർന്ന്. എനിക്ക് ഒരുപാട് തെറ്റുകളും സംഭവിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും അറിയാതെ ഞാൻ അമ്മയുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് എനിക്ക് മാപ്പ് തരണം. അതോടൊപ്പം ഈ കാശും അമ്മ വാങ്ങണം പ്ലീസ്. എടതി ഞാനൊരു കാര്യം പറയട്ടെ. അവള് കാശ് കൊണ്ടുവരുമെന്ന് ഏട്ടത്തിക്ക് വാക്ക് തന്നതാ. അവൾ അവളുടെ വാക്ക് പാലിച്ചു. ഇനി ഈ വിഷയം ഇവിടെ അങ്ങ് വിട്ടുകളയച്ചു. ഇന്ന് ഗുരുപൂർണിമയല്ലേ? എന്താ നോക്കി നിൽക്കുന്നേ? വരൂ എല്ലാരും ചെന്നേ. പൂജയ്ക്കുള്ള കാര്യങ്ങൾ നോക്കൂ. ചെല്ലു ചെന്നേ. ആ വരൂ. എന്റെ ഭഗവാനെ, ഇവളിങ്ങനെ ഓരോ സൂത്രം കാണിച്ച് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവന്റെ ഈ സത്യസന്ധതയുടെ പേരിൽ ശത്രുക്കളൊന്നും ഇവന് ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഈ പെണ്ണ് എന്റെ സൂരജിനെ നശിപ്പിക്കാൻ വന്ന വിഷവിത്താണോ? ഈ പ്രതിമ ഉണ്ടാക്കിയാളെ സമ്മതിച്ചു കൊടുക്കണം. അയാൾ ഒരു മാന്ത്രികൻ തന്നെ ആയിരിക്കും. പെട്ടെന്ന് കണ്ടാൽ തോന്നും ഈ പ്രതിമ സംസാരിക്കുമെന്ന്. ദാ നിങ്ങളുടെ പേയ്മെന്റ്.
ഇന്ന് സത്യം തെളിയിക്കാൻ വേണ്ടി ഇയാൾ എന്റെ കൂടെ നിന്നില്ലേ, അതിന് വളരെ നന്ദിയുണ്ട്. സൂരജ്, ഒരു കാര്യം ചോദിക്കട്ടെ? അഥവാ ഇയാള് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആ കാശ് മോഷ്ടിച്ചതെങ്കിൽ പിന്നീടത് തിരിച്ചേൽപ്പിച്ചെന്തിനാ? ഇയാൾ ഓൾമോസ്റ്റ് വിജയിച്ചതായിരുന്നില്ലേ, പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ടാ മനസ്സ് മാറി? ആദ്യത്തെ കാര്യം, ഞാൻ ഗുണ്ടയാണ്, കാശ് മോഷ്ടിക്കാൻ ഞാൻ കള്ളനല്ല. രണ്ടാമത്തെ കാര്യം, ഇയാളുടെ അശ്രദ്ധ കൊണ്ടുണ്ടായ തെറ്റ് എന്റെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഇനി മൂന്നാമത്തെ കാര്യം, കാശ് സമ്പാദിക്കുന്നതും അത് ഇല്ലാതാക്കുന്നതും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. വല്യമ്മ പറഞ്ഞാൽ ശരിയാ, ഇയാൾക്ക് കാശിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഇനി അഥവാ ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ താൻ കാശ് അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കില്ലായിരുന്നു. അപ്പോ ഇയാളല്ല കാശ് മോഷ്ടിച്ചെങ്കിൽ പിന്നെ ആരായിരിക്കും അത്? എന്താ ഇതിന്റെ അർത്ഥം? സ്വന്തം വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ നീ എന്നു മുതലാ പഠിച്ചത്? ഇങ്ങനെയാണോ നിന്നെ വീട്ടുകാരെ പഠിപ്പിച്ചത്? സോറി സൂരജേട്ടാ, എനിക്ക് പുതിയ ഡ്രസ്സ് വാങ്ങുന്നതിന് വേണ്ടി ക്യാഷിന്റെ നല്ല ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ക്യാഷ് എടുത്തത്. പിന്നെ അത് മാത്രമല്ല, ചേട്ടൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇഷ ചേച്ചി എല്ലാം അമ്മയ്ക്ക് കൊടുക്കുന്നാണോ? എങ്കിലും അമ്മ ചേച്ചി ഇവിടെ നിർത്താൻ സമ്മതിക്കുവോ? അല്ലേ? പിന്നെ ചേട്ടനും ചേച്ചി ഇവിടുന്ന് പോണോന്നല്ലേ ആഗ്രഹിക്കുന്നേ? അപ്പൊ പിന്നെ പ്രോബ്ലം എന്താ? പ്രോബ്ലം നിന്റെ സ്വഭാവത്തിലാ. നീ കാണിച്ച കൊള്ളരുതായ്മ ഉണ്ടല്ലോ, മേലാൽ ആവർത്തിച്ചു പോരുത്. ഇഷയെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം വേറെ. മനസ്സിലായി നിനക്ക്? പിന്നെ ഇയാള് പോവാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആ കാശ് അവിടെ തിരിച്ചു വെച്ചത്. ഞാൻ ഇന്നലെയും നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ആഗ്രഹിച്ചിരുന്നു, അതുപോലെ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ താൻ ഇവിടുന്ന് പോകുന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇയാൾ ഇവിടുന്ന് പോയേ പറ്റൂ. എന്നെ ഇവിടുന്ന് വിടാതിരിക്കാൻ അല്ലെങ്കിൽ പോലും എനിക്ക് നന്നായി അറിയാം നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയാ. സ്വന്തം കൂടെപ്പിറപ്പിനോട് വഴക്കുണ്ടാക്കി ഈ കാശ് തിരികെ വാങ്ങി. മാത്രമല്ല, അകത്ത് ഞാൻ കള്ളിയാവാതെ രക്ഷിക്കുകയും ചെയ്തു. എത്ര സത്യസന്ധതയാ! സത്യസന്ധതയോട് ജീവിക്കുന്ന ഒരാളെ വിട്ടുപോകാൻ ആരാ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എത്ര വേണമെങ്കിലും ശ്രമിച്ചോ, ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടും പോവില്ല, മിസ്റ്റർ സത്യസന്ധനായ ബ്രഹ്മചാരി. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുരു തന്നെയാണ് ബ്രഹ്മാവ്, ഗുരു തന്നെയാണ് വിഷ്ണു, ഗുരുവാണ് മഹേശ്വരൻ, ഗുരു തന്നെയാണ് പരബ്രഹ്മം. അങ്ങനെയുള്ള ഗുരു സമർപ്പിതയ്ക്ക് എന്റെ പ്രണാമം. എനിക്കറിയാം അച്ഛൻ എന്നോട് പിണക്കമാണെന്ന്. ഒരുപക്ഷെ നമ്മൾ തമ്മിലുള്ള ഈ അകലം മാറലായിരിക്കാം എനിക്കെന്റെ അച്ഛന്റെ മനസ്സിൽ വീണ്ടും ഇടം കണ്ടെത്താൻ സാധിച്ചില്ലെന്നും വരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ ഈ ശ്വാസം നിലയ്ക്കുന്നതുവരെ ഈ ഹൃദയം എന്റെ അച്ഛന് വേണ്ടി തുടിച്ചുകൊണ്ടേയിരിക്കും. എന്നെ അനുഗ്രഹിക്കണം അച്ഛാ. വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ? ഗുരുപൂർണിമ എല്ലാ വർഷവും ഉണ്ട്, പക്ഷേ മുഴുവൻ കുടുംബവും പങ്കെടുക്കുന്ന പോലെ ഇങ്ങനൊരു ഗുരുപൂർണിമ ഇത് ആദ്യമായിട്ടാ. ഞങ്ങൾ ഈ വീട്ടിൽ ഇതുപോലെ പലതും കാണുന്നത് ആദ്യമായിട്ടാ. ചേച്ചി ഈ വീട്ടിൽ വന്നപ്പോ തൊട്ട് ഡെയിലി എന്തെങ്കിലും തമാശയൊക്കെ നടന്നുകൊണ്ടിരിക്കും. ആ ശരി. അയ്യോ വേണ്ട 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 വേണ്ട, മതി മക്കളെ മതി. അയ്യോ മോളെ, സന്തോഷത്തോടെ 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 ഇരിക്കും. മോളും നന്നായിരിക്കും.
തൻ്റെ പഴയ തെറ്റുകളൊന്നും ഇനി ആവർത്തിക്കില്ല എന്ന് വിചാരിക്കുന്നവരില്ലേ, ഈ ദിവസം ഗുരുവിൻ്റെ അനുഗ്രഹം അവർക്ക് മാത്രമേ കിട്ടൂ. പിന്നെ അവരുടെ ഗുരുവിൻ്റെ ശിരസ് കുനിയുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും ഒരിക്കലും ചെയ്യില്ല. അതാണ് ഗുരുവിനുള്ള ഏറ്റവും വലിയ ദക്ഷിണ. അയ്യോ, ആ മോളെ നീ വാ. അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അച്ഛൻ. ഞാനിപ്പോ ജോലി ചെയ്യുന്നത് ഗുലാബ് ബംഗ്ലാവിലാണെന്ന് ഇതുവരെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല. പേടി കൊണ്ടാണ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അച്ഛൻ അറിയുമ്പോൾ അച്ഛനത് വേദന ഉണ്ടാക്കില്ലേ? അച്ഛാ, ഞാൻ വളരെ ലക്കിയ. എനിക്ക് അച്ഛന്റെ രൂപത്തിൽ നല്ലൊരു ഗുരുവിനെയല്ലേ കിട്ടിയേ. ഇതാ മോളെ പ്രസാദം, ഇതാ മോക്ക്. എനിക്ക് അത് എനിക്കറിയാം ഈ പ്രസാദം നീ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ഗുരു ശിഷ്യബന്ധത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ പ്രസാദം. നിന്റെ സഹോദരൻ എപ്പോഴോ എന്റെ ശിഷ്യനായിരുന്നു. തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച അവൻ ഈ ബന്ധത്തെ നേരത്തെ തന്നെ അപമാനിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ ഈ പ്രസാദം കഴിക്കാൻ യോഗ്യതയില്ല. അച്ഛനും സൂരജിനിടയിൽ ഇത്ര അകലം വരാൻ മാത്രം എന്ത് പ്രശ്നമുണ്ടായേ? അച്ഛാ, ഇത് എന്റെ വകയായിട്ട് അച്ഛന് ഗുരുപൂർണിമയ്ക്കുള്ള ഗിഫ്റ്റാ. ഇതാ വാങ്ങിച്ചു. അതെന്തായാലും കൊള്ളാലോ മോളെ, ഞാൻ നോക്കട്ടെ. എടതി, പിള്ളേർ ശരിക്കും വലുതായി തുടങ്ങിയല്ലേ. ജീവിതത്തോടുള്ള കാഴ്ചപ്പാടൊക്കെ മാറി. ഇത് കൊള്ളാം. അച്ഛനത് ശരിക്കും ഇഷ്ടപ്പെട്ടോ അതോ വെറുതെ പറയുവാണോ? മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അഥവാ ഇപ്പോ സ്വന്തം മക്കള് അച്ഛനും അമ്മയ്ക്കും കളിമണ്ണ് കൊണ്ടു കൊടുത്താലും അവർക്കത് സ്വർണത്തിന് തുല്യമായിരിക്കും. എന്തായാലും ഇതൊരു കണ്ണടയല്ലേ, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വല്യച്ഛ, എന്റെ വകയും ഗിഫ്റ്റ് ഉണ്ട്. ആയിക്കോട്ടെ, നിന്റെ ഗിഫ്റ്റ് ഞാൻ സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡി മടിച്ചു പാറു, ഇവിടെ വാ. എന്താ അമ്മേ? എന്താ അമ്മ? എനിക്ക് വേദനിക്കുന്നു അമ്മേ. നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാ പഠിപ്പിച്ചു തന്നത്. ഇന്ന് ഗുരുപൂർണിമയ്ക്ക് എന്തെങ്കിലും സമ്മാനം തരണോ നിനക്ക് അറിയില്ലായിരുന്നോ? അമ്മേ 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 അമ്മേ, ഞാൻ ആലോചിച്ചപ്പം ഈ ചെറിയ ഗിഫ്റ്റ് ഒക്കെ എന്തിനാ? വലിയ ഗിഫ്റ്റ് അല്ലേ വേണ്ടത്? പിന്നെന്താന്ന് വെച്ചാലേ കടയിൽ വലിയ കച്ചവടമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കാശൊന്നും മിച്ചം ഉണ്ടായിരുന്നില്ല. എന്റെ ദൈവമേ, എന്താ ഇത്? ഇതെന്താ മോളെ? ചെറിയൊരു ഗിഫ്റ്റാ. ഗുരുപൂർണിമയ്ക്ക് എന്റെ വകയായിട്ട്
ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് ജീവിതത്തെ പറ്റി ഒരു രൂപരേഖ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ജീവിതത്തെ അടുത്തു നിന്ന് അറിയുക, ബന്ധങ്ങൾ എന്താണെന്ന് അറിയാനും അനുഭവിക്കാനുള്ള ഭാഗ്യം ഇവിടെ നിന്നാണ് ഉണ്ടായത്. എന്നെ ഇഷ്ടപ്പെടാതിരുന്നിട്ട് പോലും നിങ്ങൾ എല്ലാവരും എന്നെ ഒരുപാട് കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പൊന്നമ്മേ, അവള് പറഞ്ഞത് കേട്ടില്ലേ? അതെന്താ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അമ്മയെ താഴ്ത്തി കിട്ടുകയും വലിയച്ഛനെ പുകഴ്ത്തുകയല്ലേ ചെയ്തത്? അമ്മേ, ഈ ഗിഫ്റ്റ് അമ്മയ്ക്ക് വേണ്ടിയാ.